ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ടോസ്റ്റാണ് കാണിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചില്ലി ടോസ്റ്റാണ്. കുട്ടികളൊക്കെ എന്തായാലും ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ ചില്ലി ടോസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള സ്പ്രെഡ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. മല്ലിയിലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് വളരെ ചെറുതായിട്ട്, അതായത് നൈസായിട്ട് അരിഞ്ഞ പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളക് 2 or 3 എരിവിനനുസരിച്ച് എടുക്കുക. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ശരിക്കും ഇതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. 1 ടീസ്പൂൺ പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 എണ്ണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചതച്ച വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. കുറച്ച് മാത്രം ക്യാപ്സിക്കം ചേർത്താൽ മതിയാവും. ക്യാപ്സിക്കം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. ക്യാപ്സിക്കം കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കിട്ടും. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മാത്രം ക്യാപ്സിക്കം ഇല്ലാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കണം. അപ്പോൾ 1 വലിയ സ്പൂൺ ക്യാപ്സിക്കമാണ് അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസാണ്. അത് നിങ്ങൾക്ക് മൊസറല്ല ചീസ് അല്ലെങ്കിൽ ചീസ് ക്യൂബ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പ്രോസസ്ഡ് ചീസ് ചേർക്കാം. ചീസ് ഇതിൽ കുറച്ച് കൂടുതൽ ചേർത്താലാണ് അത്രയും ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ചീസ് ഇഷ്ടമില്ലാത്തവർ മാത്രം അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ ചേർക്കുക. ചീസ് ക്യൂബ് ആണെങ്കിൽ ഒരു 3-4 ചീസ് ക്യൂബൊക്കെ ചേർക്കുക. ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 3 ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ചീസ് സ്പ്രെഡാണ് ചേർക്കുന്നത്. ചീസ് സ്പ്രെഡിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരിക്കുക മൊസറല്ല ചീസ് അല്ലെങ്കിൽ ചീസ് ക്യൂബ്, പ്രോസസ്ഡ് ചീസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ്. മൊസറല്ല ചീസ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ചീസ് അല്ലെങ്കിൽ ചീസ് ക്യൂബൊക്കെ ആവുമ്പോൾ നമുക്കതിങ്ങനെ മെൽട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. ഈ ഞാൻ ഉപയോഗിച്ച ഈ ചീസ് സ്പ്രെഡ് ആകുമ്പോൾ നമുക്ക് അത്രയും ആ ചീസിൻ്റെ ടേസ്റ്റ് നമുക്ക് അത് മെൽട്ടായി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ചീസിൽ അത്യാവശ്യം ഉപ്പുള്ള കാരണം ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതൊരു 4-5 ബ്രെഡ് സ്ലൈസിൽ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹോൾ വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് ഏത് വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇതിൽ വേറെ ബട്ടറൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യമേ ബട്ടർ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. സൈഡിലോട്ട് വല്ലാതെ ആവാത്ത രീതിയിൽ വേണം ഇത് സ്പ്രെഡ് ചെയ്യാൻ. കാരണം സൈഡിലേക്ക് ആയി കഴിഞ്ഞാൽ മെൽട്ടായി കഴിഞ്ഞാൽ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ദോശക്കല്ലിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടും ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്റർ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇതിന് മീതെ കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറുന്നുണ്ട്. ഇതിൽ ഞാൻ ഒറിഗാനൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതില്ലാതെ തന്നെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ടോസ്റ്റാണിത്. ഇത് ലേശം നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അതിൻ്റെ ആ ഒരു ചീസൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ ആ ഒരു പാകം. അതുവരെ ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് ടോസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ബട്ടറൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അടിപൊളി ടോസ്റ്റൊക്കെ റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.